ദുരന്തറിൽ പ്രൊപ്പഗൻഡ ഉണ്ട്. പ്രൊപ്പഗൻഡ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനകത്ത് ഒരു ഇന്ത്യൻ സ്പിരിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, എടാ അത് പഴയ ഇന്ത്യയല്ല, നീ നിൻ്റെ അണ്ണാക്ക് വന്നിട്ട് ഞാൻ അടിക്കുമെന്നുള്ള ഒരു പോളിസിയാണ് അവർ ആ പടത്തിനകത്ത് ചെയ്ത്. പിന്നെ ആദിത്യധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ കശ്മീരി. അവൻ്റെ ഫാമിലി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതാണ് അവൻ ഈ 370 ആർട്ടിക്കിൾ എന്നുള്ള പടം എടുത്തത്. അതുപോലെ തന്നെ ഉറി എടുക്കാൻ കാരണം അവൻ അതിൽ കൂടെ പോയിട്ടുണ്ട്. ആദിത്യയുടെ ലൈഫിൽ കൂടെ അവൻ്റെ ഫാമിലി പോയിട്ടുള്ളത് ഇറ്റ് ഈസ് എ ട്രോമ ഫോർ ഹിം. അതിനെയാണ് അവൻ ആ വികാരത്തിൽ എടുക്കുന്ന പടം. 370 ആർട്ടിക്കിൾ ആണെങ്കിലും ശരി, അതിൻ്റെ നല്ല വശങ്ങളും റോങ് വശങ്ങളൊക്കെ ആദിത്യയെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ട്. അപ്പം ആദിത്യ ഇത് എക്സാജറേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സർക്കാരിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പഗാൻഡ യൂസ് ചെയ്യണമെന്നുള്ള അത് വരും. ഇപ്പം ഞാൻ നാളെ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ മോദീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ല, അത് നടന്നിട്ടുള്ളതാണത്. ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത് ഇവിടെ പലരും നിങ്ങൾ നോണ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു തന്നെ ഇരുന്നിട്ട് TV ചാനലിൽ ഇരുന്നുണ്ട് 5 റഫാൽ വീണു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു റഫാലും നമ്മുടെ വീണിട്ടില്ല. അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഒന്നും ലാൻഡ്, ഈവൻ പാകിസ്ഥാനിൽ നമ്മൾ അടിക്കേണ്ടടുത്ത് അടിച്ചു. ആ മുഷറഫാബാദിലുള്ള ഇവൻ്റെ മിലിറ്റൻ ക്യാമ്പ് അടിച്ചു. ബാക്കി അവരുടെ ഒരു ബോംബ് പോലും നമ്മുടെ ഇങ്ങോട്ട് എല്ലാം എയറിലാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡ്രോണും മിസൈൽസും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സോ ബോർഡർ ക്രോസ്, ഇന്നത്തെ യുദ്ധം അതാണെന്നുള്ളത് നമ്മളെ കാണിച്ചു തന്നു. ഇനി ആൾക്കാർ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഇരുന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് എയറിൽ തന്നെ എത്തില്ല. ഇനി എയറിൻ്റെ ടൈമാണ്. മിസൈലുകളാണെങ്കിൽ ശരി, ഇപ്പോൾ ബ്രഹ്മോസാണ്, ഏതാണെങ്കിലും ശരി, ഇത് എയറിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാതെ ഈ ബ്രഹ്മോസ് പോയിട്ട് പാകിസ്ഥാനിൽ പോയി വീണപ്പോഴാണ് അവർ സീസ് ഫയർ പറഞ്ഞത്. അവരുടെ റഡാറിൽ പിടിക്കാൻ പറ്റാതെ ബ്രഹ്മോസ് രാവൽപിണ്ടിക്ക് അപ്പുറത്ത് പോയി വീണപ്പം അപ്പോഴാണ് അവർ സീസ് ഫയറിനെ റിക്വസ്റ്റ് ചെയ്തത് 3-ാം ദിവസം. കാരണം അതിൻ്റെ 12-24 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റ്. അപ്പോൾ ഈ റഡാറിൽ അറിയാതെ അതുവരെ എത്തിയെങ്കിൽ ഇവിടുന്ന് ഈ ബാരലൊന്നും ഇങ്ങനെ പൊക്കിയാൽ മതി 1 ഇഞ്ച്, അപ്പോൾ ഈ 24 കിലോമീറ്റർ കവർ ചെയ്യും. അവിടെ പോയി വീണാൽ അവിടെയാണ് ഒരു പാനിക്കായിട്ട് സീസ് ഫയർ പറഞ്ഞത്. അതിനവിടെ നിങ്ങളുടെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞല്ലോ, മോദി പാകിസ്ഥാൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളത്. അപ്പോൾ അത് സത്യം പറയുമ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ സമ്മതിക്കുക, ചങ്കൂറ്റം വേണം. മോദിയെ ഭയപ്പാടുണ്ടോ പാകിസ്ഥാൻ? അപ്പോൾ ഒരു സംശയമില്ല. മോദി എന്നുള്ളതല്ല, ഇന്നത്തെ ഇവിടെ ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് അതൊരു കോമ്പിനേഷനാണ്. ഫോറിൻ മിനിസ്റ്റർ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. ആ പോളിസീസും മാറ്റേഴ്സും രാജ്നാഥ് സിംഗ് ആ ഫുള്ള് ഡിഫൻസിൻ്റെ ഫുൾ അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ ടീമിനെയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. ആ ടീം പറയുന്ന സമയത്ത് പിന്നെ അവരതങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ മോദിജി എന്താണ് പറഞ്ഞത്? ബോർഡറിൽ നടക്കുന്നതിന് എൻ്റെ അടുത്ത് ചോദിക്കണ്ട. നിങ്ങളിപ്പോൾ നിർവാണയുടെ കേസും വെച്ചുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ, ചേട്ടൻ നരാവണയുടെ. എന്താണത്? ഒരിക്കലും പറയാൻ പറ്റില്ല. 2014 തൊട്ട് കൊടുത്തിരിക്കുന്ന ഓർഡർ എന്താണ്? അവിടെ എന്ത് നടക്കുന്നു അതിൻ്റെ സൈ ഉധർ ജോ ബി ചൽ रहा है उसका जो सही मायना आप जानता है. आप जो करना है सही समझता है उसको कर लो. गोली मारा तो गोली मारो, अगर ബോംബാർഡ്മെൻറ്റ് करना है करो. ആ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ മോദിനെ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓരോരോ ഇപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ അത് വേറൊരാൾക്ക് അത് സാധിക്കില്ല ഇതുപോലെ ചോദിക്കാൻ. അത് വേറെ ആയിരിക്കും. മേജർ രവി എന്നുള്ള ഒരാളിനെ എങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണം എന്നുള്ളത് യു ആർ പ്രിപ്പയർഡ്. അത് തന്നെയാണ് പട്ടാളക്കാരൻ പ്രിപ്പയർഡാണ് അപ്പുറത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. മോദിജി ഡൽഹിയിലായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. അവിടെ നിന്നെ അടിച്ച് നിനക്ക് തിരിച്ചടിക്കണം തോന്നി അടിച്ചോ. ഇതാണ് ഒരു ഭരണാധികാരി ആവേണ്ടത്. അല്ലാതെ അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഡൽഹിയിൽ പെർമിഷൻ ചോദിക്കണം എന്നുള്ള ഒരു കാലം ഉണ്ടായിരുന്നു 2014 വരയ്ക്ക്. അത് മാറി. അപ്പോഴാണ് ഈ നയാ ഇന്ത്യ ഹേ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ ഇപ്പോൾ. അങ്ങനെയല്ല, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിന് വല്ലാത്തൊരു നയതന്ത്രം കൂടി ആവശ്യമുണ്ടല്ലോ. അതായത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ വെട്ടൊന്ന് മുറി 2 മേജർ സ്വഭാവം ഇറക്കാൻ പറ്റില്ല. പാകപ്പെട്ടു തുടങ്ങിയ വളരെയധികം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതേ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേ ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കും. ഇത് സിനിമ പോലെയല്ല. സിനിമയ്ക്ക് ഓക്കെ നമ്മുടെ ഒരു അസിസ്റ്റൻ്റ് ഗ്രൂപ്പ്, അതൊരു ടീം, ടെക്നിക്കൽ ടീം, ക്യാമറമാൻ, അത് എത്രയേ ഉള്ളൂ. ഇത് പല സൈഡിൽ നിന്നുള്ള കുറുക്കന്മാരെ നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. കാരണം അവൻ്റെയൊക്കെ ബുദ്ധി എങ്ങനെയെന്നുള്ളത് നമുക്കറിയില്ല. അവരുടെ കുറുക്ക് ബുദ്ധിയായിരിക്കും. അവർക്ക് രാഷ്ട്രീയം അറിയാം. ഇപ്പം ഞാനൊരാൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാളൊരു കള്ളനാണ് എന്നുള്ളത് എനിക്ക് തോന്നും,
ഇവിടെ താൻ ആ പാർട്ടിയുടെ പൈസ അടിച്ചു മാറ്റിയില്ലെന്ന് ചോദിക്കാൻ മനസ്സുണ്ട്. എനിക്കറിയാം പാർട്ടിയിൽ നിന്ന് ഇത്ര പൈസ വന്നിട്ടുണ്ട്, ഇവനത് ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടുന്നതായിട്ട് മിണ്ടരുത്, ചിരിച്ചുകൊണ്ടിരിക്കുക, സമയം വരും. ആ ക്ഷമയാണ് നീ ചോദിച്ചത് ഇപ്പം വന്നിട്ടുണ്ട്. കാരണം എടുത്തിട്ട് ചാടിയിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ഇത് ഒരു പട്ടാളത്തിൽ നമ്മളൊരു ഓപ്പറേഷൻ പോകുന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ, ജീവനോടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ച് ഫാൻറ്റാസ്റ്റിക് ആണ്. ഇവിടെ നീ ഒരു പടം ഹിറ്റാക്ക്, ആദ്യം ഫോണുകൾ വന്ന് എങ്ങനെയുണ്ടാ പടം ആവറേജ്. പക്ഷെ ഞാൻ കേട്ടത് കൊള്ളൂല എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അപ്പം തന്നെ അങ്ങ് എടുത്തിട്ടു കൊള്ളൂല. അപ്പം ഇവിടെ ഉള്ളത് നെഗറ്റീവും അസൂയക്കാരുമാണ്. അവിടെ ഞങ്ങൾ കളിക്കുന്നത് ജീവൻ വെച്ചിട്ടാണ്. ജീവൻ വെച്ച് കളിക്കുന്ന സമയത്ത് മറ്റവന് ജീവൻ വെച്ച് കളിക്കാൻ അവസരം കിട്ടാത്തവൻ, അവന് ചെറിയൊരു അസൂയ ഉണ്ടാവും. എന്നാലും നീ ഇത് അടിച്ചു മാറ്റിയല്ലോ, ഞാനതൊന്ന് കക്കൂസ് പോയപ്പോഴത്തേക്ക് നീ ഓപ്പറേഷനായിട്ട് പോയി. ഇതാണ് അവിടുത്തെ ഒരു കളി. അവിടെ ഒരിക്കലും ഒരാളെയും ഓപ്പറേഷൻ ചെയ്തു 4 പേരെ 6 പേരെ കൊന്നിട്ട് വന്ന് ഒന്നുമില്ല ഏതാന്ന് വലിയ കാര്യം, അങ്ങനെയല്ല. അവനെ കെട്ടിപ്പിടിച്ചു സോറി എടാ നീ അവിടെ പേരൊന്നായിരിക്കും, പല വാക്കുകളിലായിരിക്കും. എന്നിട്ട് എടാ നീ രക്ഷപ്പെട്ട് പോകാൻ സൂപ്പർ ഞാൻ കേട്ടു എടാ ഒന്നും ഇതാണ് അവിടുത്തെ സംസാരം. ഇവിടെ അങ്ങനെയല്ലല്ലോ. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വരുന്ന സമയത്ത് നമ്മളൊന്ന് മാറണം. മേജർ പക്ഷേ മേജർ അലൈൻ ചെയ്തിട്ടുള്ളത് BJP-യുമായിട്ടാണ്. BJP-യുടെ വളർച്ച കേരളത്തിൽ പ്രോഗ്രസീവായിട്ടുണ്ടെങ്കിൽ പോലും അത് സ്ലോ ആണ്. ബാക്കിയുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്ലോ ആണ്. മാത്രമല്ല BJP-യിൽ ഇതുവരെ വലിയ വിജയങ്ങൾ കൊയ്തിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വ്യക്തിപ്രഭാവവും കൂടി ഉണ്ടായിരുന്നു, ശ്രീ സുരേഷ് ഗോപിയൊക്കെ പോലെ. അപ്പം ഞാൻ തിരുവനന്തപുരത്തെ സംഭവം പാലക്കാട്ടെ സംഭവം ഒന്നും എടുത്ത് പറയാത്തതല്ല, പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിലേക്ക് എത്തിയിട്ടില്ല. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ബാക്ക് ചെയ്യുന്നുണ്ടോ? BJP ആയതുകൊണ്ട് വിജയ സാധ്യത കുറവായിരിക്കും, അങ്ങനെയുള്ള സംശയങ്ങളുണ്ടോ? പണ്ടുണ്ടായിരുന്നല്ലോ. കാരണം BJP ജയിക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു പണ്ട്. അതെ. അപ്പം പല BJP-ക്കാരും എന്തിനീ വേലത്ത് ഞാൻ ബൂത്തിലേക്ക് പോകണം, ബൂത്തിൽ പോവില്ല. അത് മാറിയിട്ടുണ്ടെന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നില്ലേ? കാരണം പല സ്ഥലങ്ങളിലും ആളുകളിപ്പം BJP ജയിക്കും എന്നുള്ളൊരു തോന്നൽ വരാൻ കാരണം അതതിൻ്റെ പ്രവർത്തന ശൈലിയാണ്. പിന്നെ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ ശക്തി എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് അടിക്കുന്ന ലെഫ്റ്റും റൈറ്റും, അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, അവർക്ക് അത് പറഞ്ഞാലാണ് പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഈ BJP വളർന്നു വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഡാമേജ് വരുന്നത് ഇവർക്കാണെന്നുള്ള അവർക്കറിയാം. അപ്പം അതിനെ എങ്ങനെ ഇതാക്കണം? ഞങ്ങൾ മാത്രമാണ് മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള രക്ഷകർ. BJP-ക്കാർ ഇതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും 10 വർഷമായിട്ട് പിണറായി സഖാവ് ഇവിടെ ഭരിക്കുന്നുണ്ട്. അങ്ങേര് ഭരിച്ചത് കൊണ്ടല്ല ഇവിടെ കമ്മ്യൂണൽ വയലൻസ് ഉണ്ടാവാതിരുന്നിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ഒരു ശാശ്വതമായ, അതൊരു നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫിലോസഫി അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളിങ്ങനെ പേപ്പറിൽ ഉണ്ടാക്കുന്നതാണോ?